മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളത്തെ ഒരു പ്രോമോ വന്നിട്ടുണ്ട്. നാളത്തെ മോർണിംഗ് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോമോ ആണ് കേട്ടോ. എല്ലാവരും മാപ്പ് പറയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫൈനലിസ്റ്റുകൾ മാത്രമേ ഈ ടാസ്ക് ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ പോലെ എല്ലാവരും ചെയ്യുന്ന ഒരു ടാസ്ക് ഒന്നും അല്ല. 7 പേരെ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ സംസാരിക്കുന്നുള്ളൂ. അതിൽ അനീഷ് പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് പറ്റി പോയതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരാളുടെ അടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അനുമോൾ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അനുമോളാണെന്നാണ് എന്റെ ബലമായ സംശയം. കാരണം അനീഷിന് ഇപ്പൊ മാപ്പ് ചോദിക്കാൻ അവിടെ അനുമോള് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടതാണ്, 3 തവണ മാപ്പ് ചോദിച്ചതാണ് അനീഷ് അനുമോളിന്റെ അടുത്ത്. അപ്പൊ മനുഷ്യത്വത്തെ മുറുക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ് എന്ന് പറയുന്നത്. ഒരു മത്സരാർത്ഥി എന്നതിനപ്പുറത്തേക്ക് മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ എങ്ങനെയാവണം എന്ന് അനീഷ് വീണ്ടും വീണ്ടും പ്രേക്ഷകർക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നെവിൻ പറയുന്നു, ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഷാനവാസ്, അക്ബർ, ഇവരൊക്കെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നൂറയും ആദിലയും ഒക്കെ നല്ല ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, എനിക്ക് ആരോട് മാപ്പ് പറയാനില്ല എന്ന് പറയുന്നുണ്ട്. ആദില കരയുന്നതായിട്ട് പ്രോമോയ്ക്ക് അത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു പ്രോമോ എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു നെവിൻ മാപ്പ് പറയുന്നത് ഷാനവാസിന്റെ അടുത്താണ്. അതേപോലെ അക്ബർ ആര്യനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുന്നതായിട്ടൊക്കെ പ്രോമോയ്ക്ക് അത് കണ്ടിരുന്നു. അങ്ങനെ ഹൃദയഹാരിയായ ഒരു പ്രോമോയാണ്. നാളത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ മാജിക് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം. ആരോടൊക്കെ മാപ്പ് പറയും എന്നുള്ളത് കണ്ടറിയാം.